നമസ്കാരം. ഗവൺമെൻറ് കോളേജ് അധ്യാപകർ, മെഡിക്കൽ കോളേജ് അധ്യാപകർ, കോളേജല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അധ്യാപകർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. അപ്പോൾ പുതിയ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ തസ്തികകൾ അനുവദിക്കുന്നില്ല. അടിക്കടിയുള്ള സ്ഥലം മാറ്റത്തിനൊരു മാനദണ്ഡം വരുന്നില്ല, അത് ഉണ്ടാകുന്നു. ഇവയൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള മെഡിക്കൽ കോളേജുകളിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും DE ഓഫീസിലും അതുപോലെ സെക്രട്ടേറിയറ്റ് മുന്നിലുമൊക്കെ ഇന്ന് പ്രകടനമുണ്ടായിരിക്കും. കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ AKGM-CTA നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. അനുകൂലമായ നടപടിയില്ലെങ്കിൽ OP സേവനങ്ങൾ ഉൾപ്പെടെ നിർത്തിവയ്ക്കും എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. KGMC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ നാര ബീഗവും ജനറൽ സെക്രട്ടറി ഡോക്ടർ അരവിന്ദ് CS അറിയിച്ചതാണ്. പലവട്ടം സർക്കാരുമായി ചർച്ച ചെയ്തെങ്കിൽ ഇതിനകത്ത് ഉറപ്പും കിട്ടുന്നില്ല. മറ്റ് മെഡിക്കൽ കോളേജിലെ അധ്യാപകരെ പോലെ തന്നെ താൽക്കാലികമായി സ്ഥലം മാറ്റിയാണ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നേടിയെടുത്തത്. അനുമതി പലയിടത്തെ ഉള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊക്കെയാണ് അനുമതി നേടിയെടുത്തത്. അപ്പോൾ വലിയൊരു ട്രാൻസ്ഫർ വിഷയം കുടുംബത്തിലൊക്കെ കിടന്ന് കറങ്ങുമല്ലോ. കാരണം ഒരാൾ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്ത് സെറ്റിൽ ചെയ്ത് 3 വർഷം ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ട്രാൻസ്ഫർ വരുന്നത്. പ്രത്യേകിച്ച് വയനാടെയും കാസർഗോഡ് മെഡിക്കൽ കോളേജിന് സ്റ്റാഫിനെ കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഷയത്തിനാണ് സാധാരണ അധ്യാപക തസ്തികയിലുള്ളവരെ താൽക്കാലികമായി സ്ഥലം മാറ്റിയാണ് കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നേടിയെടുത്തത്. അതുപോലെ തന്നെ തസ്തികകൾ സൃഷ്ടിക്കാതെ പകരക്കാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരിപാടി എല്ലാ മെഡിക്കൽ കോളേജുകളെയും സാരമായി ബാധിക്കുന്നതാണ്. ഒരു മെഡിക്കൽ കോളേജ് ഒരു അവശ്യ സർവീസാണ്. നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലെയോ മറ്റ് സംവിധാനങ്ങൾ പോലെയോ കൊണ്ടുപോകേണ്ടതല്ല. ഇതൊരു അവശ്യ സർവീസാണ്. അതുപോലെ തന്നെ ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം തുടങ്ങി 3 വർഷമായിട്ടും ആവശ്യത്തിന് തസ്തിക സൃഷ്ടിച്ചിട്ടില്ല. ഇതൊക്കെയാണ് വിഷയം. അപ്പോൾ ഇടുക്കിയിൽ ആവശ്യത്തിന് ആളുകളില്ല, കോന്നി മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ആളുകളില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്, അധ്യാപക തസ്തിക സൃഷ്ടിച്ചിട്ടില്ല. ജില്ലകൾ തോറും മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കുന്ന ദീർഘവീക്ഷണമില്ലാത്ത നയത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും NMC മാനദണ്ഡപ്രകാരം മതിയായ അധ്യാപകരില്ലാതെ സ്ഥിരമായ പകിട കളിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അധ്യാപകരെ നിരന്തരം പുതിയ കോളേജുകളിലേക്ക് മാറ്റുന്നു എന്നൊക്കെയുള്ള വളരെ കടുത്ത ആക്ഷേപമാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പുതിയ സർവീസിൽ പ്രവേശിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള ശമ്പളക്കുറവും ഡോക്ടർമാരെ ഈ രംഗത്തേക്ക് വരുത്തുന്നില്ല. അവർ കൺസൾട്ടൻസി വഴി പല ഹോസ്പിറ്റലുകളിൽ പോയാൽ അവർക്ക് സുഖമല്ലേ, അവർക്ക് നല്ല കാശ് കിട്ടുന്നൊരു കാലമാണ്. അവരെ ഇതിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. 4.25 വർഷത്തെ ശമ്പള കുടിശ്ശിക, ഇനി വ്യക്തമായ കാര്യം, ശമ്പള കുടിശ്ശികയുണ്ട്. 4.5 വർഷത്തെ ശമ്പള കുടിശ്ശികയുണ്ട്. അപ്പോൾ ഒരു വശത്ത് തസ്തികയില്ല, ശമ്പള കുടിശ്ശികയുണ്ട്, പിന്നെ യുവ ഡോക്ടർമാർക്ക് ഇതിനകത്ത് വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗൗരവമായൊരു വിഷയമാണ്. ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ കരിദിനമാണ്. പക്ഷേ രോഗികളോട് വേണ്ട, നമുക്കൊരു ജപ്പാൻ മോഡൽ സമരമാകാം. ഈ ഡോക്ടർമാരൊക്കെ എപ്പോഴും സമരം ചെയ്യുമ്പോൾ, അധ്യാപകർ ഡോക്ടർമാരൊക്കെ സമരം ചെയ്യുമ്പോൾ ഒരു ജപ്പാൻ മോഡൽ സമരം ചെയ്യണം. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാതെ, സേവനത്തെ ബാധിക്കാതെ, സർവീസിനെ ബാധിക്കാതെ വേണം ചെയ്യാൻ. അല്ലാതെ എടുത്ത് പ്രകടനം നടത്താനൊന്നും പോയി സമയം കളഞ്ഞ് നമ്മുടെ രോഗികളുടെ അവകാശത്തെ ഇല്ലാതാക്കൽ. തീർച്ചയായിട്ടും അധ്യാപകരുടെ അവകാശവും കോളേജ് അധ്യാപകരുടെയും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ അത്യാവശ്യം വളരെ പ്രധാനമാണ്, നിങ്ങളുടെ ആവശ്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ കൂടി ആലോചിച്ച് നമുക്ക് ഒന്നിച്ച് നിൽക്കാം. എല്ലാവർക്കും ഈ സമരത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങളോട് ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കുന്നു. സമരത്തിനോടല്ല, നിങ്ങളുടെ ന്യായമായതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. അതിനോടൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.